സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് വ്യക്തമാക്കി ധവളപത്രവുമായി സർക്കാർ. ആകെ കടബാധ്യത 5.7 ലക്ഷം കോടി രൂപയായി ഉയർന്നെന്നും സംസ്ഥാനം കടുത്ത ട്രഷറി പ്രതിസന്ധിയിലെന്നും ധനകാര്യ സ്ഥിതി റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഉയർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യവൽക്കരണം നടപ്പാക്കണമെന്നും ഓഹരി വിറ്റഴിക്കലോ അടച്ചുപൂട്ടലോ പരിഗണിക്കണമെന്നും ധവളപത്രത്തിൽ നിർദ്ദേശമുണ്ട്. കിഫ്ബിക്ക് രൂക്ഷ വിമർശനമാണ് ധവളപത്രത്തിലുള്ളത്. ധവളപത്രത്തോടെ മുഖ്യമന്ത്രിയുടെ നുണ പൊളിഞ്ഞെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ വിമർശിച്ചു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. ധവളപത്രത്തിന്റെ കാര്യത്തിനകത്ത് ആദ്യത്തെ കാര്യം പറയാനുള്ളത്, ഈ രേഖയിൽ ഒരു പ്രധാന ഗുണം, അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ടും UDF കുറേ വർഷമായിട്ടും പറഞ്ഞുകൊണ്ടിരുന്ന കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയ കടക്കണിയിലാണ് എന്നുള്ള കാര്യം പോയി. അദ്ദേഹം കഴിഞ്ഞ വർഷം നിങ്ങളോട് പറഞ്ഞ പത്രസമ്മേളനത്തിലെ വാർത്തയാണിത്. 6 ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ കടം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഇതുപോലെ മന്ത്രി എന്ന നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പം കഴിഞ്ഞ വർഷം അതിനൊക്കെ വർഷമൊക്കെ 6 ലക്ഷം കോടിയൊന്നുമില്ല, 4,80,000 കോടിയാണ് വരിക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല, ഇതൊക്കെ എനിക്കറിയാം എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 5,07,000 കോടിയാണ് കേരളത്തിൻ്റെ ആകെ കടമെന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ കടമല്ല, 13ാമത് സ്ഥാനമേ ഉള്ളൂ നമുക്ക്. ശ്രീജിത്ത് തിരുവനന്തപുരം ചെയ്തു. ശ്രീജിത്ത്, ഈ പറഞ്ഞതുപോലെ കിഫ്ബിയുടെ കടമടക്കമാണ് 5 ലക്ഷം കോടിയോളം കടം എന്നാണ് പറയുന്നത്. എങ്ങനെ നമുക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയും? പ്രത്യേകിച്ച് വരുമാന ചിലവ് പാറ്റൂടെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് വലിയ കടമാണോ? എന്താണ് പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ധവളപത്രത്തിന്മേലുള്ള പോരിൽ പറയുന്നത്? സുഹൈല്, സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമായ സ്ഥിതിയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നാണ് ധവളപത്രം വിശദീകരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ മൊത്തം സാമ്പത്തിക ബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു പുറമെ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണം, അതോടൊപ്പം തന്നെ KSRTC അടക്കമുള്ള മറ്റ് ബാധ്യതകൾ എന്നിവ കണക്കാക്കുമ്പോൾ 48,733 കോടിയുടെ മറ്റു ബാധ്യതകളുമുണ്ട്. ഇത്തരത്തിൽ അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നത്തിലൂടെ കടന്നുപോകുന്ന സംസ്ഥാനത്തെ രക്ഷിക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പരിപാടികൾ വേണം എന്നതാണ് ഈ ധവളപത്രം ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാനത്തെ മൂലധന ചെലവ് വളരെ കുറവാണ്, 1.3% മാത്രമാണ് മൂലധന ചെലവ്. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. സംസ്ഥാനത്തെ മൊത്തം വരുമാനത്തിൻ്റെ ഏതാണ്ട് 77% സ്ഥിര ബാധ്യതകൾ, അതായത് ശമ്പളം, പെൻഷൻ, പലിശ തിരിച്ചടവ് തുടങ്ങിയ കാര്യങ്ങൾക്കായാണ് ചെലവഴിക്കുന്നത്. തുടങ്ങിയ സംസ്ഥാന സാമ്പത്തിക സ്ഥിതിയുടെ അനാരോഗ്യം വെളിവാക്കുന്ന ധാരാളം പരാമർശങ്ങൾ ഈ ധവളപത്രത്തിലുണ്ട്. ഒപ്പം തന്നെ കിഫ്ബി എങ്ങനെയാണ് സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വലിയ സാമ്പത്തിക ആഘാതമായി മാറുന്നത് എന്ന കാര്യവും ഇതിൽ കാണാം. എന്നാൽ പ്രതിപക്ഷം ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ കെട്ടിപ്പൊക്കിയ പോലെയുള്ള ഒരു നുണപ്രചരണം പൊളിഞ്ഞിരിക്കുന്നു ഈ ധവളപത്രത്തോടെ എന്നാണ് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാണിച്ചത്. 6 ലക്ഷം കോടി രൂപ കടമുണ്ട്, പൊതുക്കടമുണ്ടെന്നായിരുന്നു UDF തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ അത് 5 ലക്ഷം കോടിയായി മാറിയിരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം നുണയാണെന്ന് സമ്മതിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എന്നാണ് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വാർഷിക പദ്ധതി വെട്ടിക്കുറയ്ക്കാനും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനുമുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഊർജ്ജ മേഖലയിലടക്കം സ്വകാര്യവൽക്കരണം വരുമ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആൾട്ടർനേറ്റീവ് സർക്കാരിന് മുമ്പിലുണ്ട്. 77% ചിലവ് ഈ സ്ഥിര ചിലവായിട്ട് പോകുന്നു. അടിസ്ഥാന വികസനത്തിന് നേരത്തെ കിഫ്ബി ഉണ്ടായിരുന്നു, അതും കടത്തിലാകുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് അടിസ്ഥാന വികസനത്തിനടക്കം ഇത്രയും കടമുണ്ടാകുമ്പോൾ മറുവഴി സർക്കാർ തേടുന്നുണ്ടോ? എന്തായിരിക്കും അതിനൊരു പ്ലാൻ? അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഈ ധവളപത്രവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? സുഹൈൽ, ആ പ്ലാനിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. സ്വകാര്യവൽക്കരണമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം സ്വകാര്യ നിക്ഷേപം ആകർഷിക്കണമെന്ന് പറയുന്നു. ഊർജ്ജ മേഖല, അതായത് വൈദ്യുതി വിതരണ മേഖല അടക്കമുള്ള കാര്യങ്ങൾ സ്വകാര്യവൽക്കരണം വന്നേക്കുമെന്നതിൻ്റെ സൂചനകൾ ഇതിനകത്ത് ഈ ധവളപത്രത്തിലുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റ് ധാതു നിക്ഷേപ മേഖലയിലൊക്കെ സ്വകാര്യവൽക്കരണം വേണമെന്ന് പറയുന്നു. അപ്പോൾ തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കം സ്വകാര്യവൽക്കരിക്കണം എന്ന നിർദ്ദേശവുമുണ്ട്. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക, അതുവഴി ഏതാണ്ട് 6,000 കോടി രൂപ ലാഭിക്കാൻ കഴിയും, നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള ബദൽ മാർഗ്ഗങ്ങളാണ്. അതോടൊപ്പം തന്നെ ചെലവ് ചുരുക്കൽ, മിതവ്യയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇതിലൂടെല്ലാം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി മറികടക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ധവളപത്രം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും കടത്തിലാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ തിരിച്ചുപിടിക്കാൻ ഈ പറഞ്ഞ പോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് അല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ പബ്ലിസൈസ് ചെയ്യുന്നത് വഴി കൂടുതൽ പണം കണ്ടെത്താനുള്ള ഒരു പ്ലാന് കൂടി ധവളപത്രത്തിന്റെ ഭാഗമായി സർക്കാർ അവതരിപ്പിക്കുന്നത്. ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകി.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.